നമസ്കാരം. രഞ്ജിത്തിനും സിദ്ദിഖിനും പിറകെ മൂന്നാമതൊരു വിക്കറ്റിനു കൂടി അപ്പീൽ ഉയർന്നിരിക്കുകയാണ്. ലൈംഗിക പീഡനാരോപണം നേരിടുന്ന മുകേഷ് MLA രാജിവെക്കണമെന്നും സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സ്ത്രീപക്ഷ പ്രവർത്തകർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ചേർന്നാണ് സംയുക്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. സാറ ജോസഫ്, കെ അജിത, ഏലിയാമ്മ വിജയൻ, KR മീര, മേഴ്സി അലക്സാണ്ടർ, ഡോക്ടർ രേഖ രാജ്, VP സുഹ്ര, ഡോക്ടർ സോണിയ ജോർജ്, വിജി പെൺകൂട്ട്, ഡോക്ടർ CS ചന്ദ്രിക, ഡോക്ടർ KG താര, വിനിത തമ്പി, ഡോക്ടർ AK ജയശ്രീ, KA ബീന തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള 100 പേരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരളത്തിലെ 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന ഇപ്രകാരമാണ്. സിനിമാ നടനും കൊല്ലം MLAയുമായ മുകേഷ് വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിടുന്നയാളാണ്. ഇപ്പോൾ തന്നെ 3 സ്ത്രീകൾ മുകേഷിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷിന്റെ പേരിലുണ്ട്. നിയമനിർമ്മാണ സഭയിലെ അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്വമുള്ള ഒരു പദവിയാണ് MLA സ്ഥാനം. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ നേരിടുന്നയാളെ സർക്കാർ വീണ്ടും സിനിമാ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീകളെ അവഹേളിക്കലാണ്. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുകേഷ് MLA സ്ഥാനം സ്വയം രാജിവെക്കേണ്ടതാണ്. അദ്ദേഹം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും സിനിമാ കോൺക്ലേവിന്റെ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം MLA മുകേഷിന് കേരളത്തിലെ സ്ത്രീകളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. മുകേഷിന്റെ രാജിക്കായുള്ള മുറവിളി ശക്തമാകുമ്പോഴും MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് CPM. ലൈംഗിക അതിക്രമ പരാതി ഉയർന്ന സാഹചര്യത്തിൽ നടൻ മുകേഷ് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാകും. സ്ഥാനമൊഴിയാൻ മുകേഷിനോട് CPM ആവശ്യപ്പെട്ടെന്നാണ് വിവരം. മുകേഷിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ സർക്കാരിനെയും CPM-നെയും കടുത്ത വെട്ടിലാക്കുന്നുണ്ട്. MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ് CPI നേതാവ് ആനി രാജയും പ്രതിപക്ഷവുമെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ MLA സ്ഥാനം നിലനിർത്തി ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കി വിവാദത്തിൽ നിന്ന് തലയൂരാനാണ് പാർട്ടിയുടെ ശ്രമം. ഷാജിയൻ കരുൺ അധ്യക്ഷനായ സമിതിയിലെ മുകേഷിന്റെ സ്ഥാനം പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചിരുന്നു. സ്വയം ഒഴിയാനാണ് മുകേഷിനുള്ള പാർട്ടി നിർദ്ദേശം. സമാന ആരോപണങ്ങളിൽ പ്രതിപക്ഷ MLA-മാർ രാജിവെച്ചില്ലല്ലോ എന്ന വാദമാണ് CPM സംസ്ഥാന നേതൃത്വം ഉയർത്തുന്നത്. പക്ഷേ ഇടത് MLA-യും ആ പതിവ് തുടരണോ എന്ന ചോദ്യം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ശക്തമായി ഉയരുന്നുണ്ട്. മുകേഷ് ഉൾപ്പെടുന്ന നിരന്തര വിവാദങ്ങളിലും പാർട്ടിക്ക് വിധേയനാകാത്തതിലും കൊല്ലത്തെ CPM നേതാക്കൾക്കിടയിലെ അമർഷം പുതിയ വിവാദത്തിൽ കൂടുതൽ കടുക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന നേതാക്കളാണ് ഇപ്പോഴും പൂർണ്ണമായി കൈവിടാൻ മടിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും മുകേഷിനെതിരെയുള്ള അപ്പീൽ ശക്തമാണ്. തേർഡ് അമ്പയർ ഔട്ട് വിധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.